ഹലോ, ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരിടം വരെ പോവുകയാണ് കേട്ടോ. D&DJ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളത്തെ അമ്പലമുകൾ എന്ന പ്ലേസ് എത്തുന്നത് വരെ ഞങ്ങൾ ശരിക്കും ഒരു വീഡിയോ ചെയ്യാൻ യാതൊരു പ്ലാനും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഒരു ഫേമസ് ആയിട്ടുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്തപ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ഞങ്ങളിതേ കല്യാണം നടന്ന ഓഡിറ്റോറിയത്തിലെത്തി. കല്യാണമൊക്കെ നേരത്തെ കഴിഞ്ഞിരുന്നു. പിന്നെ ഇവിടുത്തെ ഒട്ടുമിക്ക ആൾക്കാരെയും എനിക്കറിയില്ല എന്നതാണ് മറ്റൊരു ട്വിസ്റ്റ്. എന്തായാലും ഒരുപാട് ലേറ്റ് ആവാതെ സദ്യയും കഴിച്ച് കുറച്ച് ഫോട്ടോയും എടുത്ത് അവിടുന്ന് ഇറങ്ങി. ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസ് എന്ന് പറയുന്ന നമ്മുടെ മലയാള സിനിമയുടെ നാഗവല്ലിയുടെ കൊട്ടാരത്തിലേക്കാണ്. 56ഓളം ഏക്കറുകൾ വരുന്ന ആ സ്ഥലത്ത് രാജാക്കന്മാരൊക്കെ അങ്ങ് വിലസി ഭരിച്ച് നടന്ന ഒരു കൊട്ടാരം. ആദ്യമേ തന്നെ പറയട്ടെ, വളരെ തുച്ഛമായ ഒരു ടിക്കറ്റ് നിരക്കിലാണ് ഇത്രയും കാഴ്ചകൾ എന്നൊരു കൺസെപ്റ്റ് അവർ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ഒരു ട്രിപ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു 1:45 സമയത്താണ് എത്തിയത്. 2 മണിക്കാണ് ഹിൽ പാലസ് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ കറക്റ്റ് 2 മണിക്ക് ഞങ്ങൾ അവിടെ അത് ഓപ്പൺ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. മലയാളത്തിൻ്റെ എവർഗ്രീൻ മൂവി ആയിട്ടുള്ള മൺചിത്രത്താഴിൻ്റെ കൂടുതൽ ഭാഗവും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു കൊട്ടാരത്തിൽ വെച്ചിട്ടാണ്. 1865 പണി കഴിപ്പിച്ചതാണെങ്കിലും ഇപ്പോഴും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഈ പാലസ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചെരുപ്പൊന്നും ഇട്ടുകൊണ്ട് അവിടെ കയറാൻ സമ്മതിക്കില്ല. അതൊക്കെ പ്രത്യേകമായിട്ട് സേഫായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ക്ലോക്ക് റൂമും ഒക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതേ ലാലേട്ടൻ്റെ ഇൻട്രോ സീനൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. ഇവിടെ ശരിക്കും വീഡിയോഗ്രാഫിയൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇമേജസ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അവരുടെ പ്രൈവസി കണക്കിലെടുത്ത് നമ്മൾ ഒരുപാട് ഇമേജസ് ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അതൊക്കെ വെറും ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടു തീർക്കേണ്ട സ്ഥലമല്ല. അത് ശരിക്കും അവിടെ പോയി തന്നെ എക്സ്പ്ലോർ ചെയ്യണം. ഈ ഇടനാഴികളിലൂടെയൊക്കെ നടക്കുമ്പോൾ വല്ലാത്തൊരു തണുത്ത കാറ്റൊക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോരം റിച്ച് ആയിരുന്നല്ലേ അന്നത്തെ ഈ രാജാക്കന്മാരൊക്കെ. ഹിൽ പാലസിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഫുള്ള് അവിടെ പല ഭാഗങ്ങളിലായി ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതൊക്കെ കംപ്ലീറ്റ് വായിച്ച് തീർക്കണമെങ്കിൽ ഒരു 2 ദിവസമെങ്കിലും മിനിമം വേണ്ടി വരും. ദേ ആ കാണുന്ന കുളക്കടവ് വരെ നമുക്കൊന്ന് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ നടന്നു തുടങ്ങിയത്. ഇതുണ്ടോ തീരുന്നു, അങ്ങനെ നീണ്ടു പോകുക. ആ മൂവിയിലെ ശോഭന ഈ വഴിയിലേക്കൂടെ നടക്കുന്നൊരു സീനൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ശരിക്കും വീട്ടിൽ വന്ന് ആ സിനിമയൊന്ന് വെച്ച് അത് കണ്ടപ്പോഴാണ് ശരിക്കും ഈ ഏരിയയൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയത്. വീട്ടിൽ വന്നിട്ട് ഇതിൻ്റെ ചർച്ചകൾക്കിടയിലൊക്കെ ഞാൻ ChatGPTയോട് ചോദിച്ചപ്പോഴാണ് വേറെയും കുറേ സിനിമകളൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞത്. 3-ാം മുറ, കളിയൂഞ്ഞാൽ, ഡ്രീംസ്, പിൻഗാമി എന്നിവയൊക്കെയാണ് ആ സിനിമകൾ. ഓണത്തിന് മുന്നേ ആണ് കേട്ടോ ഞങ്ങൾ ഇവിടെ പോയത്. അതുകൊണ്ട് തന്നെ ഇതാ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിറയെ സുന്ദരികൾ നല്ല ട്രഡീഷണലായിട്ടുള്ള ഡ്രസ്സിൽ ട്രഡീഷണൽ ലുക്കുള്ള ഫോട്ടോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിറയെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ആയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കുളക്കടവൊക്കെ കണ്ടു. ഇതൊക്കെ നമ്മൾ ശരിക്കും സിനിമയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ ശരിക്കും റിയലായിട്ട് കണ്ടു കേട്ടോ. എന്നാലും ഈ രാജാക്കന്മാരൊക്കെ ഒന്ന് ഇവിടെ കുളിക്കാൻ വരെ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് വീണ്ടും വേർത്ത് കുളിക്കില്ലേ എന്നൊക്കെ എനിക്ക് മാത്രമല്ല കേട്ടോ ഡൗട്ട് ഉണ്ടായത്. അവിടെ കൂടെ നിന്ന പലരും ഇങ്ങനെ ഈ സംശയം പറയുന്നത് ഞാൻ കേട്ടു. എങ്ങനെയായിരുന്നിരിക്കും അവർ ജീവിച്ചതെന്നൊക്കെ ഓർത്തപ്പോൾ ചരിത്രമൊക്കെ ഒന്ന് അറിയാൻ ആഗ്രഹം തോന്നി. ഈ ഹിൽ പാലസിനോട് അറ്റാച്ച്ഡ് ആയിട്ട് വേറെയും കുറേ മ്യൂസിയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ ചെന്നപ്പോഴാണ് ഈ മെതിയടിയും വെഞ്ചാമരവും കട്ടിലും
അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ കണ്ടത്. പിന്നെ ഇത് ഈ ഒരു നാലുകെട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ടാണ് ശോഭന ശരിക്കും നാഗവല്ലിയുടെ കഥയൊക്കെ തുടക്കത്തിൽ കേൾക്കുന്നത്. പിന്നെ ഗണേഷ് കുമാർ മറിഞ്ഞു വീഴുന്നൊരു സീനില്ലേ, അതൊക്കെ ഇവിടെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. മൊത്തത്തിൽ കുറേ കാഴ്ചകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നിറയെ മാനുകളുള്ള ഒരു ഏരിയയിലേക്ക് ഞങ്ങൾ പോയി. ചെറിയൊരു ഡിയർ പാർക്കായിരുന്നു കേട്ടോ അത്. അവിടെ ശരിക്കും കേഴമാനും പുള്ളിമാനും ഒക്കെ നിറയെ ഉണ്ടായിരുന്നു. അവരെങ്ങനെ വിലസ് നടക്കുകയായിരുന്നു. എന്നാലും അവർക്ക് അവരുടെ കാട് പോലെ വരുമോ നമ്മളുടെ ഈ നാട്? നമ്മുടെ പഴയകാല ഐതിഹ്യ കഥകളിലൊക്കെ ശരിക്കും മാനും രാജാക്കന്മാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു അത്രേ. ദൈവത്തിൻ്റെ സന്ദേശവാഹകരായിട്ടാണ് അവർ ഈ മാനുകളെയൊക്കെ കണക്ക് കൂട്ടിയിരുന്നത്. ഞങ്ങൾ അങ്ങനെ മാനൊക്കെ കണ്ടു നിന്ന സമയത്താണ് നല്ലൊരു മഴയൊക്കെ പെയ്തത്. പിന്നെ കുഞ്ഞുമായിട്ട് ഒരുപാട് നേരം ഞങ്ങളവിടെ നിന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചങ്ങ് പോന്നു. പിന്നെ ദേ ഒരു ഗുഹ കണ്ടു. അങ്ങനെ അത് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് പോയി നോക്കി കേട്ടോ. അവിടെയാണെങ്കിൽ നിറയെ പ്ലാസ്റ്റിക് കുപ്പിയും വെള്ളവും അല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള വഴിയൊക്കെ ഉണ്ടാവുമോ എന്നറിയില്ല. കാരണം ഒളിവിൽ പോകാനായി അവരുപയോഗിച്ചിരുന്നതാണല്ലോ. അപ്പം അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സീക്രട്സ് ഒക്കെ അവിടെ കാണും. അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളങ്ങ് തിരിച്ചു പോകാനുള്ള പ്ലാനിലായി. ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ ആ കയറി വന്ന കൽപ്പടവുകളില്ലേ കുളത്തിലേക്കുള്ളത്, അതൊക്കെ വീണ്ടും കയറിയിട്ടാണ് ഇറങ്ങുക എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവർ നല്ല കൃത്യമായി പ്ലാനൊക്കെ ചെയ്തിട്ട് വേറെ ഒരു പ്ലേസിലാണ് നമ്മളെ കൊണ്ട് എത്തിച്ചത്. ശരിക്കും അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ആളെ അംഗീകരിക്കണം കേട്ടോ നമ്മൾ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വന്ന വഴിയൊക്കെ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ശരിക്കും അങ്ങ് നടന്ന് ക്ഷീണിച്ചു പോയേനെ. അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ധ്രുവിക്കൂട്ടന് ചെറുതായിട്ടൊന്ന് വീണു. പക്ഷേ ചെക്കന് അപ്പം തന്നെ ഓക്കെ ആയി കേട്ടോ. കുട്ടികളൊക്കെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ചില സ്റ്റാച്ചു ഒക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാമായിട്ടുള്ള അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ബുക്കും പേപ്പറും ഒക്കെ ആയിട്ട് പോയി അങ്ങ് ഇരുന്നേനെ, 2 കവിതയൊക്കെ എഴുതാൻ. ഇപ്പോൾ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. ആഗ്രഹം ഉണ്ടെങ്കിലും എന്തോ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. ഈ വഴിയൊക്കെ നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവുമോ? ലാസ്റ്റ് നമ്മുടെ ലാലേട്ടൻ ഇങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞു പോകത്തില്ലേ, ആ വഴിയാണ് ഇത്. അവിടെ കൂടെയൊക്കെ നടന്നപ്പോൾ ശരിക്കും ആ ഒരു മൂവിയുടെ ഒരു കറക്റ്റ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയ കൊട്ടാരവും ഗ്രൗണ്ടും ഒന്നും കൂടെ ഞങ്ങളങ്ങ് കണ്ടിട്ട് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം നേരെ പോയത് അവിടെ തന്നെ ഉള്ള പാർക്കിലേക്കാണ്. ഹിൽ പാലസ് മ്യൂസിയത്തിൻ്റെ ആ ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ് ഈ പാർക്ക് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളെന്തായാലും പാലസും ആ ഗ്രൗണ്ടും ഒക്കെ കണ്ട് നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിനെ കൂടെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം നേരം ഞങ്ങൾ ആ ഒരു പ്ലേ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ പാർക്കിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഈ ഒരു പാർക്കിൽ വന്ന് കുറച്ചധികം നേരം ഇരിക്കാം. ഒരു ഈവനിങ് ടൈമിലൊക്കെ അടിപൊളിയാണ്, നല്ലൊരു വൈബാണ്. കുഞ്ഞ് എന്തായാലും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ. അപ്പം ഞങ്ങൾ എന്തായാലും ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങൾ എടുത്തിട്ടുള്ള ഇമേജസ് ഒക്കെ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇനിയൊരു അടിപൊളി മൂവി ലൊക്കേഷൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.